ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അതായത് കോലിയക്കോട് തിരുവട്ടത്തിലെ ശ്രീ നാഗരാജ വനദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ പൊങ്കാലയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അവിടെ മഹോത്സവം 2025 ഏപ്രിൽ 19 തുടങ്ങി 23 അതായത് ഇന്ന് വരെയാണ് ഉള്ളത് കേട്ടോ. അവിടെ വിളക്കെല്ലാം അവർ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൊഴുത് പുറത്തിറങ്ങിയപ്പോഴേക്കും തീർത്ഥം മേടിക്കാനുള്ള തിരക്കായിരുന്നു കേട്ടോ. തീർത്ഥമൊക്കെ മേടിച്ച് അത് പ്രസാദമൊക്കെ മേടിച്ചതിന് ശേഷം അവിടെ ഗണപതി ഹോമം നടന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ പ്രസാദം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങളെല്ലാവരും തന്നെ പ്രസാദമൊക്കെ മേടിച്ചു കേട്ടോ. എല്ലാവർക്കും ആ മാമൻ ഇങ്ങനെ എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഒപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്തു കേട്ടോ. അവിടെ സൈഡിലേക്ക് നിന്നിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് തൊഴുതൊക്കെ ഇറങ്ങിയല്ലോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും ശിവക്കുട്ടി ഫോട്ടോ എടുക്കുകയും അപ്പോഴേക്കും അവിടെ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ തിരുവയും അങ്ങനെയൊക്കെ എല്ലാവരും സെറ്റും മുണ്ടൊക്കെ ആണ് ധരിച്ചിരുന്നത്. അത് കഴിഞ്ഞത് എല്ലാവരും ഇങ്ങനെ ഇത് ക്ഷേത്രത്തിന് മുന്നിലുള്ള പൊങ്കാലയാണ് കേട്ടോ. 3 അടുപ്പുകളിലാണ് കൂട്ടിയിരുന്നത്. ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നി കേട്ടോ. നമ്മൾ എല്ലാവരും വലിയ പ്ലാസ്റ്റിക് കവറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ പണ്ടത്തെ കാലത്തുള്ള ഓല കൊണ്ടുണ്ടാക്കുന്ന വല്ലമാണ് കേട്ടോ. അതൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ഇത് അടുപ്പുകളാണ് കേട്ടോ. അടുപ്പ് കൂട്ടിയതിന് ശേഷം അവർ അടുപ്പ് കൂട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അവിടെയുള്ള ചേട്ടന്മാർ വെള്ളം കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ഇതിൽ വെള്ളം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വെയിറ്റൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവണം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ഷേത്ര കമ്മിറ്റി ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. അപ്പം നമുക്ക് പൊങ്കാല ഇടാനുള്ള കലങ്ങളെല്ലാം ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒത്തിരി പേര് മേടിക്കുന്നുമുണ്ട്. ഇതുപോലെയൊക്കെ വെള്ളവും അതുപോലെ തന്നെ കല്ലും ഒക്കെ അവരെല്ലാവരും സഹായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പരസ്പരം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു നല്ല കാഴ്ചയാണ്. നാടിനും നാട്ടുകാർക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു കാര്യവും അതുപോലെ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു ദിവസവും കൂടിയല്ലേ ഉത്സവവും അതുപോലെ പൊങ്കാലയൊക്കെ വരുമ്പോൾ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വയലിൻ്റെ അടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറായി കേട്ടോ. അടുപ്പുകളെല്ലാം വെച്ച് അതുപോലെ തന്നെ മൺകലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒട്ടുമിക്കതും മൺകലങ്ങളായിരുന്നു കേട്ടോ. ഇതിങ്ങനെ നിരന്നുള്ള ആ വയലിൻ്റെ തീരത്തിരിക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു. പുതിയ കലത്തിനുള്ളിൽ പൊങ്കാല ഇടുന്നതും പുതിയ കട്ടകളും ഒക്കെ വെച്ചിട്ട് ആ ഒരു അടുപ്പ് കൂട്ടുന്നതും ഒക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അതുപോലെ എല്ലാവരും സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത് വരുന്നത് അതൊരു പ്രത്യേക രസമല്ലേ അതൊക്കെ കാണുന്നതും. അതെല്ലാവരും ഇപ്പോഴും ഈ കാലത്ത് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ പൊങ്കാല നേദിക്കുന്ന സമയമായപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് അവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്ന അന്നദാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പൊങ്കാല ഇട്ടവർക്കും പൊങ്കാല ഇടാത്തവർക്കും വേണ്ടി 2 രീതിയിലാണ് അവർ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് ഇത്രയും ചൂടത്ത് ഈ പൊങ്കാലയൊക്കെ ഇട്ട് ക്ഷീണിച്ച് നിൽക്കുന്ന അമ്മമാർക്കാണെങ്കിലും ഒക്കെ ഒരു ആശ്വാസമായിരുന്നു ഈ ഒരു കാഴ്ച ഇങ്ങനെ അവർ ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. കാരണം അവർക്ക് വേഗം തന്നെ ഭക്ഷണം കഴിക്കണം. കാരണം അത്രയും ക്ഷീണം കാണുമല്ലോ നമ്മൾ ഈ വെയിലത്തൊക്കെ നിന്ന് പൊങ്കാല ഇടുന്ന സമയത്ത് ആ ചൂടുമൊക്കെ. അത് കാരണം തന്നെ 2 രീതിയിലാണ് അവിടെ അന്നദാനം നടത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് പൊങ്കാല ഇടാത്തവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു സെക്ഷനും പൊങ്കാല ഇട്ടവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു സെക്ഷനും അങ്ങനെ 2 സ്ഥലങ്ങളിലായിട്ടാണ് അവർ സീറ്റ് അറേഞ്ച് ചെയ്തിരുന്നത് കേട്ടോ. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. വളരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം വേഗം തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു അവർ. പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ടും തന്നെ വരുത്താത്ത രീതിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അന്നദാനമായിരുന്നു കേട്ടോ ഇത്. പ്ലേറ്റിലാണ് അവർ എല്ലാം തന്നെ കൊടുക്കുന്നത്. പ്ലേറ്റിൽ ഫുഡും അതുപോലെ വെള്ളവും ഒക്കെ സ്റ്റീൽ ഗ്ലാസ്സുകളിലുമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്ത് പിന്നെയും അവർ ആൾക്കാർ ഓരോരുത്തർ വരുമ്പോഴേക്കും അങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളും അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അടുത്ത് തന്നെ വന്ന് വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം പ്ലേറ്റ് കൊണ്ടു കൊടുത്താൽ ഇങ്ങനെ എല്ലാം വിളമ്പി തരുമെങ്കിലും പിന്നീട് നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ ചോദിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അവിടെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശിഖക്കുട്ടിക്ക് ഇത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. താഴത്ത് ഇങ്ങനെ ഇടുമ്പോഴേക്കും പൊട്ടും, ഒരു സൗണ്ട് കേൾക്കും. അതിന് വേണ്ടിയിട്ട് കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇഷ്ടപ്പെട്ട അതുമൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.